യെസ്, ഇപ്പോൾ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ NK പ്രേമചന്ദ്രൻ MP നമ്മളോടൊപ്പം ചേരുകയാണ്. ശ്രീ NK പ്രേമചന്ദ്രൻ, ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുവാനിരിക്കെ കേന്ദ്ര സർക്കാരിന്റെ മുന്നിലുള്ള വെല്ലുവിളികൾ എന്തൊക്കെയാണ്? അതായത് 9 സംസ്ഥാനങ്ങളെ തൃപ്തിപ്പെടുത്തണം. 9 സംസ്ഥാനങ്ങൾ മാത്രമല്ലല്ലോ രാജ്യത്തുള്ളത്. കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ തൃപ്തിപ്പെടുത്തേണ്ട ഒരു ചുമതലയുണ്ട്. പക്ഷേ ഈ 9 സംസ്ഥാനങ്ങളിലേക്ക് മാത്രമായിട്ട് ബജറ്റ് പ്രഖ്യാപനം ഒതുങ്ങുമോ? എങ്ങനെയാണ് താങ്കൾ വിലയിരുത്തുന്നത്? അല്ല, BJP അവരുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള പൊതുവായ നിലപാട് പരിശോധിച്ചാൽ തെരഞ്ഞെടുപ്പിനെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ബഡ്ജറ്റ് അവതരണങ്ങൾ അപൂർവമാണ്. എന്നാൽ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി ആ സംസ്ഥാനങ്ങൾക്ക് പ്രത്യേകമായ വികസന പാക്കേജുകൾ പ്രഖ്യാപിക്കുക എന്നുള്ള ഒരു രീതിയാണ് BJP പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത്. നമുക്കറിയാം, ഗുജറാത്തിന്റെ കാര്യത്തിലായാലും UP-യുടെ കാര്യത്തിലായാലും ആ സംസ്ഥാനങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പിനോടനുബന്ധമായി പോയി പ്രധാനമന്ത്രി നേരിട്ട് തന്നെ വികസന പദ്ധതികൾ പ്രഖ്യാപിക്കുക. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമൊക്കെ അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയ സ്വാധീനം പലപ്പോഴും ഉണ്ടാകുന്നത്. ബഡ്ജറ്റുകളിൽ പൊതുവെ അത്തരമൊരു സമീപനം സ്വീകരിക്കുന്നത് പൊതുവെ കാണാറില്ല. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും സാധാരണ പരിശോധിക്കുമ്പോൾ വളരെ അപൂർവമായിട്ട് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 8 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേക പ്രഖ്യാപനങ്ങളോ പദ്ധതികളോ ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ബഡ്ജറ്റിലെ പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്ന് എക്കണോമിക് സർവേയിൽ വിവരിച്ചിട്ടുള്ള നമ്മുടെ രാജ്യം നേരിടുന്ന ഗുരുതരമായ ദാരിദ്ര്യവും പട്ടിണിയും, അതുപോലെ തൊഴിൽ രഹിത രംഗത്തുണ്ടായിരിക്കുന്ന വലിയ വളർച്ച, തൊഴിലില്ലായ്മ, അതുപോലെ നാണയപ്പെരുപ്പം, എല്ലാ സീമകളെയും അതിലംഘിച്ചുകൊണ്ടാണ് നാണയപ്പെരുപ്പത്തിലൂടെ വിലക്കയറ്റത്തിന്റെ ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾ. ഈ 3 പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് എന്ന് പറയുന്ന നിലവിലുള്ള ഏറ്റവും നടപ്പ് ധനകമ്മിയെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തികമായിട്ടുള്ള കമ്മി, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് എന്താണ് ഗവൺമെന്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായും. അതിൽ നമുക്കെല്ലാവർക്കും അറിയാം, രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ലോകത്തെ 5ാമത്തെ സമ്പദ് വ്യവസ്ഥയായി വളരുന്നുവെന്നും ഇതര രാജ്യങ്ങളെ അപേക്ഷിച്ച് അതിവേഗതയിലുള്ള സാമ്പത്തിക വളർച്ചയാണ് രാജ്യം കൈവരിക്കുന്നത് എന്നൊക്കെ ഗവൺമെന്റ് അവകാശപ്പെടുമ്പോഴും, മറുഭാഗത്ത് UNDP റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ നമ്മുടെ രാജ്യം ഇന്തോനേഷ്യയ്ക്കും പുറകെ 132ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടുകയാണ്. അതുപോലെ തന്നെയാണ് തൊഴിലില്ലായ്മയുടെ കാര്യത്തിലും. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള ഏറ്റവും വലിയ തൊഴിലില്ലായ്മ വർധന നിരക്കാണ്. ഇപ്പോൾ എക്കണോമിക് സർവേയിൽ തന്നെ 7 എക്കണോമിക് സർവേ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വിലക്കയറ്റത്തിന്റെ കാര്യത്തിൽ 6% അധികരിച്ചുകൊണ്ട് തുടർച്ചയായി നാണയപ്പെരുപ്പത്തിന്റെ തോത് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങൾ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ, അതിനെ അഭിമുഖീകരിക്കാൻ എന്താണ് ഗവൺമെന്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് പ്രസക്തമായി നോക്കിക്കാണുന്നത്. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നാഷണൽ അസറ്റ് മോണറ്റൈസേഷൻ പ്രോഗ്രാം, ദേശീയ മൂലധനങ്ങളെ അല്ലെങ്കിൽ അസറ്റുകളെ, എല്ലാ ആസ്തികളെ മുഴുവൻ വിറ്റഴിച്ച് പണമാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുടെ പ്രഖ്യാപനം കൂടുതൽ ഉണ്ടാകുമെന്നുള്ള കാര്യം പ്രതീക്ഷിക്കാം. ചുരുക്കത്തിൽ സാധാരണക്കാരനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ള പദ്ധതികൾ ബഡ്ജറ്റിൽ ഒരുപക്ഷെ തെരഞ്ഞെടുപ്പിനെ കൂടി ലാക്കാക്കിക്കൊണ്ട് പ്രഖ്യാപിക്കപ്പെടുമോ എന്നുള്ളത് കണ്ടറിയേണ്ടിയിരിക്കുന്നു. മാത്രവുമല്ല, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു പൊതു ബഡ്ജറ്റ് എന്ന നിലയിൽ ചിലപ്പോൾ ആ രാഷ്ട്രീയമായ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായേക്കാം. എന്തായാലും ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ ഇതെല്ലാം നമ്മുടെ ആശങ്കകളും ഉത്കണ്ഠയുമാണ്. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഈ 3 കാര്യങ്ങൾ, അൺഎംപ്ലോയ്മെന്റ്, പോവർട്ടി, അതുപോലെ തന്നെ ഈ പ്രൈസ് റൈസ് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ, ഇത് 3 അഡ്രസ് ചെയ്യാൻ ഗവൺമെന്റ് ശക്തമായ നടപടികൾ സ്വീകരിച്ചില്ല എന്നുണ്ടെങ്കിൽ സാധാരണ ജീവിതം കൂടുതൽ ദുസ്സഹമായി തീരുന്ന ഒരവസ്ഥയിലേക്ക് വരും എന്നുള്ളതാണ് എക്കണോമിക് സർവേ നൽകുന്ന സൂചിക, അല്ലെങ്കിൽ എക്കണോമിക് സർവേ നൽകുന്ന സന്ദേശം. ശ്രീ NK പ്രേമചന്ദ്രൻ, അതോടൊപ്പം തന്നെ കേരളം വലിയ പ്രതീക്ഷയോടെയാണ് നിൽക്കുന്നത്. കാരണം ഈ സിൽവർ ലൈൻ ഈ ബജറ്റിൽ അല്ലെങ്കിൽ പരാമർശിക്കപ്പെടുമോ എന്നൊരു ആകാംക്ഷയോടെയാണ് കേരളം നിൽക്കുന്നത്. അതേസമയം നമുക്കറിയാം, പ്രതിപക്ഷം, താങ്കളടക്കമുള്ള പ്രതിപക്ഷം പറയുന്നത് സിൽവർ ലൈനായി മുന്നോട്ട് പോകുവാൻ അനുവദിക്കത്തില്ല, അല്ലെങ്കിൽ ആ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് പറയുമ്പോൾ അത്തരത്തിൽ, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ വന്ദേ ഭാരത് പദ്ധതി ഈ സിൽവർ ലൈന് ഒരു തടയണയിടും, അല്ലെങ്കിൽ ഒരു ചുവന്ന കൊടി കാണിക്കും എന്നൊരു പ്രതീക്ഷയുണ്ടോ? അല്ല, തീവണ്ടി അല്ലെങ്കിൽ റെയിൽ ബഡ്ജറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ റെയിൽ ബഡ്ജറ്റ് പ്രത്യേകമായിട്ടില്ല, പൊതു ബഡ്ജറ്റിന്റെ ഭാഗമായിട്ടാണ്. അതുകൊണ്ട് തന്നെ
അത്തരം വിശദമായ പ്രതിപാദ്യം പൊതുവെ ഉണ്ടാകില്ല. റെയിൽവേ ബഡ്ജറ്റ് ഉണ്ടായിരുന്ന കാലയളവിൽ വളരെ വിശദമായി റെയിൽ രംഗത്തുണ്ടായിട്ടുള്ള വികസനങ്ങളെ സംബന്ധിച്ചുള്ള ഒരു പൊതു ചർച്ചയ്ക്കുള്ള അവസരമുണ്ടായിരുന്നു. ഇപ്പോൾ അത് ഉണ്ടാകുന്നില്ല. കാരണം മൊത്തത്തിലുള്ള ബഡ്ജറ്റ് അലോക്കേഷനെ സംബന്ധിച്ച് പറയുകയും ഒരു പാരഗ്രാഫിലാണ് റെയിൽവേ വികസനം ഇപ്പോൾ പൊതു ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത്. പിന്നെ അതിന്റെ ഈ പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ഡീറ്റെയിൽസിൽ മാത്രമാണ് പ്രധാനമായും കാര്യങ്ങൾ വിശദമാക്കുന്നത്. അത് പരിശോധിച്ചാൽ മാത്രമേ അറിയാനും കഴിയുന്നുള്ളൂ. അപ്പോ സ്വാഭാവികമായും കേരളത്തെ സംബന്ധിച്ചിടത്തോളം റെയിൽവേ രംഗത്ത് ഒന്ന് അതിവേഗ റെയിൽ, ഇപ്പൊ വന്ദേ ഭാരത് എക്സ്പ്രസ് പോലെയുള്ള തീവണ്ടി സർവീസിന്റെ ഗുണം കേരളത്തിന് ലഭിക്കുന്നില്ല. അടിയന്തര പ്രാധാന്യത്തോടുകൂടി കേന്ദ്ര ഗവൺമെന്റ് പരിഗണിക്കേണ്ടുന്ന വിഷയമാണ് ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കേരളത്തിന് ലഭ്യമാക്കുക. 160 കിലോമീറ്റർ മണിക്കൂറിൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയുന്ന, ഓടാൻ കഴിയുന്ന തീവണ്ടി സർവീസിന്റെ ആനുകൂല്യം കേരളത്തിന് ലഭിക്കണം. പ്രത്യേകിച്ചും കേരളയിലുമായി കേരള ഗവൺമെന്റ് മുന്നോട്ട് വന്ന പശ്ചാത്തലത്തിൽ അതിവേഗ തീവണ്ടി സർവീസ് ബദൽ സംവിധാനമായി വരുന്നതോടുകൂടി കേരളയിൽ എന്ന് പറയുന്ന പദ്ധതി അത് ഒരു തരത്തിലും യോജിക്കാൻ കഴിയാത്തൊരു പദ്ധതിയാണ്. അപ്രായോഗികമായിട്ടുള്ള, അശാസ്ത്രീയമായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്നാൽ പോലും അതിവേഗ തീവണ്ടി സർവീസ് കേരളത്തെ സംബന്ധിച്ച് ആവശ്യമാണ്. ആ ആവശ്യം ഇത്തരത്തിൽ പരിഹരിക്കാൻ കഴിയുമെന്നുള്ള നിർദ്ദേശം BJP തന്നെ മുന്നോട്ട് വെച്ചിട്ടുള്ള പശ്ചാത്തലത്തിൽ തീർച്ചയായിട്ടും കേരളത്തിന് അതിവേഗ തീവണ്ടി സർവീസ് ലഭ്യമാക്കാനുള്ള നടപടികൾ ഉണ്ടാകണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മറ്റു നിരവധി റെയിൽ വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രപ്പോസൽസ് ഒക്കെ തന്നെ കേരളത്തിൻ്റെതായിട്ടുള്ളത് പെൻഡിങ്ങിലുണ്ട്. അതൊക്കെ എത്രമാത്രം അനുവദിക്കപ്പെടുമെന്നുള്ളത് നാളത്തെ ബഡ്ജറ്റിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ N. K. പ്രേമേന്ദ്രൻ നമ്മളോട് ഈ ഘട്ടം പ്രതികരിച്ചതിന്. കൃഷ്ണകുമാർ, പാസഞ്ചേഴ്സ് അസോസിയേഷൻ